ഗായ്സ്, അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഞങ്ങൾ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വിശേഷ ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് ഇത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി കടലപ്പരിപ്പൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പരിപാടിയൊക്കെ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി കുറച്ച് പിടി ഉരുട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നെ തിളച്ച വെള്ളത്തിലാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. പച്ചരിപ്പൊടിയും പുഴുങ്ങലരിപ്പൊടിയും കൂടെ പൊടിച്ചിട്ടുള്ളതാണ് ഇതിന് പിടി ഉരുട്ടാൻ വേണ്ടി ഞങ്ങൾ എടുക്കുന്നത്. ഇനി നമുക്ക് കുക്കറിലിട്ട് നമുക്ക് നമ്മുടെ പരിപ്പിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് അടുപ്പത്ത് വെച്ച് വേവിക്കുന്നതായിരിക്കും നല്ലത്. ഇതൊന്ന് ഇങ്ങനെ അടുപ്പത്ത് നിന്ന് വെന്ത് വരുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ് വരിക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെക്കേണ്ടത് കൊണ്ട് തന്നെ കുക്കറിലാണ് വെക്കുന്നത്. ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ ഒന്ന് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അപ്പച്ചമ്പിൽ വായയിലൊക്കെ വെച്ച് പിടിയിട്ടിടാണ്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ പിടിയിട്ടുന്നത്. ഇതിന് എല്ലാവരും പിടിയെന്ന് തന്നെയാണ് പറയാന്നൊക്കെ കമൻ്റ് ഇടണേ. അപ്പോൾ കുറച്ച് വലുതും കുറച്ച് ചെറുതൊക്കെ ആയിട്ട് പല വിധത്തിലാണ് ഞങ്ങൾ ഉരുട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് സമയത്ത് വേവാൻ വേണ്ടിയിട്ട് വെക്കണം. അടുപ്പത്തായതുകൊണ്ട് നമുക്ക് ഗ്യാസ് തീരുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. അതുപോലെ ടേസ്റ്റും അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള തേങ്ങാപ്പാലാണ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ ഇതൊന്ന് ചെറുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്ന സംഭവം അല്ലേ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നത്. ഇനി നമുക്ക് ഈ കടലപ്പരിപ്പിലേക്ക് 2 അണി ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഉരുക്കി ചേർക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല കളർ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പിടിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഈ കടലപ്പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ തന്നെ നമ്മളെ ഈ വെല്ലവും കൂടെ അതിൽ നിന്ന് ഉരുകി വന്നോളൂ. പരിപ്പും പിടിയും തേങ്ങാപ്പാലും വെല്ലവും എല്ലാം കൂടെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ശർക്കരയും ഒന്ന് ഉരുക്കി കിട്ടും. ഇനി നമ്മൾ ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പഴം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതേപോലെ നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുക അല്ലേ. അതൊന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുക. പഴം അതിൽ നിന്ന് വേവാൻ പാടില്ല. അത് പഴം കഴിക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇപ്പം നമ്മുടെ കറിപ്പായസത്തിനെ ഒന്ന് മൂടി പിടിപ്പിക്കാൻ വേണ്ടി നമ്മുടെ വക അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിൽ വറുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ പായസം ഇതാ റെഡി ആയിരിക്കാൻ കേട്ടോ. അപ്പോൾ പ്ലേറ്റും കൊണ്ട് ഓടി എത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നോക്കേണ്ട ടേസ്റ്റ് ചെയ്യാം. അപ്പം നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞ പോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.